ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഭഗവാനെ രക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന. പിന്നെ എന്താണ് ഭഗവാന്റെ ഇച്ഛയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നടക്കത്തുള്ളൂ. എന്തായാലും ഭഗവാൻ സമീപത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള പ്രാർത്ഥന. ഹരേ കൃഷ്ണ. നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പ്രഭുജി ഇനി എന്തെങ്കിലും പ്രഭു ഇല്ല, തുടങ്ങാം മാതാജി. തുടങ്ങാമല്ലോ അല്ലെ? ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ അതേപോലെ ലൈറ്റും ഇല്ല, ഭയങ്കര മഴ. നമ്മൾ ഏതായിരുന്നു ദശകം 52 തുടങ്ങിയത് അല്ലേ? 52 തുടങ്ങിയില്ല അല്ലേ? തുടങ്ങിയില്ലേ? അല്ല, 52 തുടങ്ങി. 5 എണ്ണം പറഞ്ഞു. ആലോചിക്കുന്നത് 6-ാം ശ്ലോകം പറഞ്ഞു. വത്സാപകരണവും ബ്രഹ്മ ഗർവ ശമനവുമാണ് നമ്മള് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മള് അത് 5 ശ്ലോകം എടുത്തു ഇല്ലേ? 5 ശ്ലോകം എടുത്തു. ഓർമ്മയില്ലയോ ആൾക്കാർക്ക്? വത്സാപകരണവും ബ്രഹ്മ ഗർവ ശമനവും. അതിന്റെ കഥ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അതിന്റെ കഥ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ബ്രഹ്മാവ് പശുവിനെയും പശുക്കുട്ടികളെയും കൊണ്ടുപോയി ഒളിച്ചു വെക്കുന്നത്. അംഗീകാരമൊക്കെ എല്ലാം അറിയാം. വേറുള്ളവർ പറയട്ടെ, നോക്കട്ടെ. ഭഗവാനാണോ എന്നുള്ള സംശയം തോന്നിയപ്പോ ഇങ്ങനെ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ ഓരോ കളികൾ കാണിച്ചപ്പം ബ്രഹ്മാവിന് തോന്നി ഇത് ഭഗവാനാണോ ഇരുന്ന് കാണിക്കുന്നത്, അപ്പൊ ഒന്നൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കണ്ടിട്ടാണ് അങ്ങനെ കൂട്ടുകാരെ എല്ലാം തട്ടിക്കൊണ്ടുപോയി. പശുക്കുട്ടികളെ ഗോപന്മാരെയും ബ്രഹ്മലോകത്ത് കൊണ്ടുപോയി. ബ്രഹ്മാവിന്റെ ഒരു നൊടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നൊടിക്കുന്ന സമയം നമ്മുടെ 1 വർഷമാണ്. അല്ല, ആ ഒരു നൊടി കഴിഞ്ഞപ്പം ബ്രഹ്മാവ് ഒന്ന് നോക്കി ഇവിടെ എന്താ നടക്കുന്നതെന്ന്, ഭൂലോകത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കുന്ന സമയത്ത് എന്താ ഒന്നും നടക്കുന്നില്ല. സുഖമായിട്ട് അവിടെ ബ്രഹ്മാവ് കൊണ്ടുപോയ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും എല്ലാം അതേപോലെ ഇവിടുണ്ട്. അന്നേരം ബ്രഹ്മാവിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഞാന് കളിച്ചത് സാധാരണക്കാരനോടല്ല, സാക്ഷാൽ ഭഗവാനോട് തന്നെയാണ്. എന്നെയും ഭഗവാന്റെ മായ മോഹിപ്പിച്ചു. നോക്ക്, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവാണ് അല്ലേ? ഭഗവാന്റെ ആദ്യ സൃഷ്ടിയും ബ്രഹ്മാവ് തന്നെയാണ്. എന്നിട്ട് പോലും ആ ബ്രഹ്മാവിനെ പോലും മോഹിപ്പിച്ചു എന്നുള്ളതാ മായ. അന്നേരം പിന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാരനെ മോഹിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ മായയ്ക്ക്? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഭഗവാനെ ഈ മായയില് എന്നെ പെടുത്തരുത് എന്ന്. എന്താ മുകുന്ദന്റെ മുച്ചുകുന്ദനല്ലല്ലോ, മാർക്കണ്ഡേയന്റെ ഒരു കഥയുണ്ട്. മാർക്കണ്ഡേയൻ എന്നെന്നും 16 വയസ്സാ അല്ലെ? അത് രുദ്രഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണ്. മാർക്കണ്ഡൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വലിയ തപസ്സികളായി അവർക്ക് കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലാതിരുന്നപ്പം ഭഗവാൻ തന്നെ പ്രത്യക്ഷനായി കഴിഞ്ഞിട്ട് ചോദിച്ചു, നിന്റെ കർമ്മത്തിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ യോഗമില്ല, പക്ഷെ നിന്റെ ഈ പ്രാർത്ഥനയിലും നിന്റെ ഈ തപസ്സിലും ഞാൻ പ്രീതനായിട്ടാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ വരം തരാം. ഒരു കുട്ടിയല്ലേ നിനക്ക് ആവശ്യം, പക്ഷെ 100 വയസ്സ് വരെ ഒരു കുട്ടി നിനക്ക് ഞാൻ തരാം. പക്ഷെ ആ കൊച്ച് ഹാൻഡിക്കാപ്ഡ്, അങ്ങനെയുള്ള ഒരു മന്ദബുദ്ധിയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിയെ വേണോ? അതല്ല, വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ തരാം. എന്താണ്? 16 വയസ്സ് 16 വയസ്സ് വരെ ആയുസ്സുള്ള ഒരു കുട്ടി. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തേജസ്വി ആയിരിക്കും, അതേപോലെ തന്നെ ബുദ്ധിശാലിയായിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിയാണോ നിനക്ക് വേണ്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഈ മഹർഷി എന്ത് പറഞ്ഞു? എനിക്ക് 16 വയസ്സ് വരെ ആയുസ്സുള്ള കുട്ടിയെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിന്റെ ഓരോ ബർത്ത്ഡേ കഴിയും തോറും ഇവർക്കങ്ങ് ഭയങ്കര സങ്കടമാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം 16 വയസ്സ് വരെ ഉള്ളൂ ഈ കുട്ടിയെന്ന്.
അങ്ങനെ ഈ കൊച്ചു ഇത് കാണുന്നുണ്ട് ദിവസം എല്ലാ ബർത്ത്ഡേക്കും അമ്മയ്ക്കും അച്ഛനും സന്തോഷിക്കേണ്ടതിന് പകരം ഭയങ്കര ദുഃഖമാണ്. എന്താണെന്ന് ഒരു ചോദിച്ച സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു, ഇതേപോലെ മോനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് 16 വയസ്സ് വരെ ആയുസുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ദുഃഖം എന്ന് പറഞ്ഞു. ദുഃഖം എന്ന് പറഞ്ഞ് അന്നേരം കുട്ടിക്ക് മനസ്സിലായി. കുട്ടി ആണെന്നുണ്ടെങ്കിൽ 14 വയസ്സുള്ളപ്പോഴേ ഈ ചോദിക്കുന്നത്. അവരെന്ത് ചെയ്തു, നേരെ തപസ്സിനായിട്ട് അങ്ങ് പോവാം. നമ്മുടെ ഈ കൊല്ലത്ത് കടവൂർ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലാണ് ഈ കുഞ്ഞ് തപസ് ചെയ്തെന്നാ പറയുന്നത്, കടവൂരില്. എന്നിട്ട് തപസ് പോയി. അവനാണെന്നുണ്ടെങ്കിൽ സാക്ഷാൽ പരമേശ്വരനെ തന്നെ, മൃത്യുഞ്ജയനല്ലേ, എന്നിട്ട് ഭഗവാനെ തന്നെ തപസ് ചെയ്ത് ഇങ്ങനെ തപസ്യായിട്ട് ഇരുന്ന് 16ാമത്തെ വയസ്സ് വരുന്ന ആ ബർത്ത്ഡേയുടെ ദിവസം തന്നെയാണെങ്കിൽ എന്താ യമരാജനാണെന്നുണ്ടെങ്കിൽ തന്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പാർശ്വമായിട്ട് വരുക ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നോക്കുന്ന സമയത്ത് അവൻ ഒരു തരത്തിലും അടുക്കാൻ പറ്റുന്നില്ല. എന്താ ഓം നമഃശിവായ മഹാമന്ത്രമായി അവൻ ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓം നമഃശിവായ മഹാമന്ത്രം. അന്നേരം യമരാജന്റെ ജോലി നോക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും ഒന്നും നോക്കുന്നില്ല, യമഭാഷ എറിയുക ചെയ്യുന്നത്. ഈ യമഭാഷ എറിയുന്നത് എവിടെ ചെന്ന് ഭഗവാന്റെ ശിവലിംഗത്തിലാണ് കൊള്ളുന്നത്. ഭഗവാൻ രുദ്രനല്ലേ, ക്ഷിപ്രപ്രസാദേ ക്ഷിപ്രകോപിയുമാണ്. എന്നിട്ട് ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യക്ഷമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, മുമ്പോട്ടും പിമ്പോട്ടും ഒന്നും നോക്കിയില്ല. ഭഗവാന്റെ ഭക്തനെയല്ലേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ യമരാജന് ഉപദ്രവിക്കാൻ വന്നത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, യമരാജനെ തന്നെ അങ്ങ് കൊല്ലുവാണെന്നുള്ളതാണ്. കാലനില്ലാത്ത കാലമായി. അത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇങ്ങനെ ആൾക്കാരെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലനില്ല, പിന്നെ എങ്ങനെയാ അവർ മരിക്കുന്നത്? ആൾക്കാരൊക്കെ ഒരു ഗോളിയുടെ അത്രയായി എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മേളില് തട്ടയിലും അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഒരു കാലം ഉണ്ടാകുന്ന പറയുന്നതെന്നുള്ളതാ. ആ മാർക്കണ്ഡേയനാണെന്നുണ്ടെങ്കിൽ ശിവഭഗവാൻ എന്താണ് അനുഗ്രഹം കൊടുത്തത്, നീ എന്നെന്നും 16 ആയിരിക്കട്ടെ എന്ന്. 16ന് മുന്നോട്ട് പോയെങ്കിലല്ലേ പ്രകൃതിയുടെ നിയമത്തെ മാറ്റിമറിക്കാൻ ഒരു ഭഗവാനും തുനിയില്ല. അന്നേരം പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് നീ 16 വയസ്സ് വരെ ജീവിക്കൂ, പക്ഷെ നിനക്ക് എന്നെന്നും 16. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും മരണമില്ല. ഈ മാർക്കണ്ഡേയന് ചിരഞ്ജീവിയ. ഈ മാർക്കണ്ഡേയനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ഗംഗാ തീരത്തിരുന്ന് തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ, നമുക്ക് തപസ്സികളുടെ മുന്നിൽ ഭഗവാന്മാരെ സ്വയം പ്രത്യക്ഷപ്പെടുവാണെന്നുള്ളതാ. നാരായണൻ അവിടെ വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും വലിയൊരു ഭക്തനാണല്ലോ നീ, നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയൂ എന്ന് പറയുമ്പം പറയും, ഭഗവാനെ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. അല്ലല്ല എന്തായാലും പറയണമെന്ന് പറയും. ഞാൻ പറയും, ഞാൻ മായയെ കണ്ടിട്ടേ ഇല്ല, മായയുടെ പ്രഭാവം എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല, എനിക്ക് മായ ഒരു തവണയെങ്കിലും ഒന്ന് കാണണമെന്ന് പറയുന്നു. ശരി തഥാസ്തു പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് എന്താ നടക്കുന്നതെന്നറിയാമോ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കുടിലുമെല്ലാം പോയി. ഇദ്ദേഹം പ്രളയത്തിൽ കാലും കൈയിട്ട് അടിച്ച് ജീവമരണ പോരാട്ടം നടത്തുവാണ്. എന്നിട്ട് അങ്ങനെ നീന്തി ഒരു വെള്ളത്തിന്റെ നടുവിൽ ചെല്ലുന്ന സമയത്ത് കരാരവിന്ദേന പദാരവിന്ദം ആരവിന്ദേ വിനിവേശയന്ത്യം മനസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഭഗവാന് നമ്മളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ തള്ളവരല് ഉണ്ടുകൊണ്ടിരിക്കുന്ന ഉറിച്ചിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആലിലയിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള ആ രൂപത്തിൽ ഭഗവാൻ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുന്നു. ഭഗവാനാണെന്നൊന്നും ആ മായയുടെ പ്രഭാവത്തിൽ മനസ്സിലാവുന്നില്ല. എന്നിട്ട് നേരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ തന്റെ നാസികയെ കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കണ്ഡേയനെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതെന്നുണ്ടെങ്കിൽ എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുത്തു. മായയുടെ പ്രഭാവം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ ലോകങ്ങളിലും കറക്കി അവസാനം ഭഗവാൻ എന്ത് ചെയ്തു, അതേപോലെ തന്നെ തിരിച്ച് ഇവിടെ ഈ ആശ്രമത്തിൽ കൊണ്ടാക്കി. കുറച്ചു നേരം കഴിഞ്ഞ് മാർക്കണ്ഡേയൻ കണ്ണ് തുറക്കുന്ന സമയത്ത് വെള്ളവുമില്ല, പ്രളയവുമില്ല, പിന്നെ കുട്ടിയില്ല, ആരുമില്ല. അന്നേരം മായയുടെ പ്രഭാവം ഭഗവാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതേപോലെ തന്നെ ഓരോരോ മായയുടെ പ്രഭാവങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളാരും തളരരുത്, മുന്നോട്ട് തന്നെ പൊക്കോണം. ഇവിടെ ബ്രഹ്മാവിനെ പോലും ഭഗവാൻ പ്രമിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പം പഠിക്കുന്നത്. അന്യാവതാര നികരേഷു നിരീശ്വരം ദേ ഭൂമാതിരേകമവിഭീഷതദാകമോക്ഷേ ബ്രഹ്മാ പരീക്ഷിത മനാസ പരോക്ഷഭാവം നിന്നേത വത്സഗണാം പ്രവിദത്യമായ.
വത്സാന വീശ വിവേചേ പശുഭോത്കരീതാനേതു കാമൈവദാദർ അധാനുവർത്തി തം സ്വാമി ഭുക്തകബലോ ഗതമാസ്തദാനീ ഭുക്താന്തിരോദിത സരോജഭവ കുമാരാൻ വത്സായിതസ്തനു ഗോപഗണായിതസ്ഥാചിക്കാതി പാണ്ഡമുരലേഖവളാതിരൂപ പ്രാഗ്വേദ വിഹത്യ വിപിനേഷ് ചിരായ സായം ത്വമായയാത വിഗുദാവ്രജമായ യാഥ താമേവ ശിക്യ ഗവളാതിമയം ദദാനാ ഭൂയസ്തമേവ പശുവത്സകബാലരൂപ ഗോരൂപിണീ പിരവിഗോപവധൂമയീഭിയാസാദിതോസ് ജനനീഭിരദീപകർഷാദ് ജീവങ്കി കിഞ്ചിദഭിമാനവശാ സ്വകീയമത്യാതനൂജയിതി രാഘവരം വഹന്ത്യ ആത്മാനമേവ ഭവന്തമവാഭ്യസൂനോ പ്രീതിം ജയോർനിഗയതി മനിതാ ച ഗാവാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ആറാമത്തേതാണ് നമ്മൾ എടുക്കുന്നത്. ഏവം പ്രതീക്ഷണ വിജംബിത കർഷഭാരാ നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തേ താമഗ്രജോ വിഭൂതേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരവിമകായുപയോർവിശേഷ. ഏവം പ്രതീക്ഷണ വിജംബിത കർഷഭാരാ നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തേ താമഗ്രജോ വിഭൂതേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരവിമകായുപയോർവിശേഷ. ഏവം പ്രദക്ഷിണ വിജംബിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തേ താമഗ്രജോ വിഭുവിതേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരവിമഹായുവയോർവിശേഷ. ഏവം പ്രദക്ഷിണ വിജംബിത ഹർഷഭാര ഏവം പ്രദക്ഷിണ വിജംബിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തി താമഗ്രജോപി വിബുധേ കില വത്സരാന്തേ താം അഗ്രജോപി വിബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരവി മഹായുവയോർ വിശേഷാത് ബ്രഹ്മാത്മനോരവി മഹായുവയോർ വിശേഷ. ഏവം പ്രദക്ഷിണ വിജംബിത പൂരിമൂർത്തി താമഗ്രജോ വിബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരവി മഹായുവയോർ വിശേഷ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഏവം പ്രദക്ഷിണ വിജംബിതകർഷഭാര ശ്വേതഗോപഗണലാളിത പൂരിമൂർത്തിം രാമഗ്രജോ വത്സരാന്തേ ബ്രഹ്മാത്മനോരവിമഹാൻ യുവയോർ വിശേഷ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആള്. ഏവം പ്രതിഷ്ണ വിജംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തി താമഗ്രജോ അഭിബുദ്ധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവോർ വിശേഷ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഏവം പ്രദക്ഷിണ വിജംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തി അഗ്രജോ വിഭൂതി കിലോ വത്സരാന്തേ ബ്രഹ്മാത്മനോരവി മഹാൻ യുവയോർ വിശേഷ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി ഒരാളോട് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഏവം പ്രദക്ഷിണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത പൂരിമൂർത്തി ത്വാമാഗ്രജോ ഭൂതേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരവി മഹാൻ യുവോർവിശേഷ. ഹരേ കൃഷ്ണ. നമ്മൾ കണ്ടു. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോറി, ഒരു പ്രഭുജിയോട് വായിക്കൂ. പ്രഭുജിമാനില്ലേ? പീതാംബര പ്രഭു ഇല്ലേ? വായിച്ചോളൂ. പേജ് എന്താ നോക്കിക്കൊണ്ടില്ല, കിട്ടുന്നില്ല. ഏത് പേജാണ്? ദശകം 52 ആറാമത്തേത്. ദശകം 52 ആറാമത്തെ ശ്ലോകമായി പറയുന്നത്. ഇത്ര നേരം എന്തുകൊടുത്തോണ്ടിരുന്ന മാതാ? ഞാൻ ചോറ് ഊറ്റിയിടാൻ പോയിരിക്കുവായിരുന്നു, അതാ മറന്നുപോയി, കാണാതെ പോയത്. അച്ഛാ, അത് ശരി. ഓക്കെ ഓക്കെ. ഇപ്പം കണ്ടോ?
ഏവം എന്നുള്ളതാണോ? അത് തന്നെ, ഏവം പ്രദക്ഷിണ വിജംബിത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം പ്രദക്ഷിണ വിജംഭിത ഹർഷഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത് മനോരഥി മഹാൻ യുവയോർവിശേഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വെരി ഗുഡ്. എന്താണ് ഏവം പ്രദക്ഷിണ വിജംബിത ഹർഷഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വത്സങ്ങളും ബ്രഹ്മാവ് യഥാർത്ഥ കുട്ടികളെയും പശുക്കുട്ടികളെ അങ്ങ് കൊണ്ടുപോയില്ലേ? പക്ഷെ ഭഗവാൻ സ്വയമല്ലേ ഈ പശുക്കുട്ടികളും ഗോപന്മാരുമായിരിക്കുന്നത്. അമ്മമാർക്കെല്ലാം എന്തോ ഒരു ഭയങ്കര ഹർഷഭാര, ഭയങ്കര സന്തോഷം ഈ കുട്ടികളെ ലാളിക്കുന്നത് കൊണ്ടും, പിന്നെ പശുക്കുട്ടികളെ ലാളിക്കുന്നതുകൊണ്ട് പശുക്കൾക്കും എന്ന് പറയേണ്ട എത്ര എന്നൊക്കെ തുടങ്ങിയ പശുക്കൾക്ക് മതിയാവുന്നില്ല. അങ്ങനെ ഭഗവാൻ സ്വയം ഒരു വർഷമാണ് ഈ എല്ലാവരുടെയും വീട്ടില് കോപക്കുട്ടനായിട്ട് നിന്നതെന്നുള്ളതാണ്. വിശേഷ ഗോപഗണ ലാളിത പൂരിമൂർത്തി. ഗോപികമാർക്കോ തന്റെ കുഞ്ഞുങ്ങളെ എത്ര ലാളിച്ചിട്ടും മതി വരുന്നില്ല. താമഗ്രജോ വിഭുതേ കിലവത്സരാന്തി. ഒരു വർഷം കഴിഞ്ഞപ്പോഴാ ഈ ബലരാമനും എന്തോ ഒരു സംശയം തോന്നി. എന്താ ഇത്രയും ഒരു സ്നേഹം? ഗോപന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇത്രയും സ്നേഹം, പശുക്കുട്ടികളോട് ഇത്രയും സ്നേഹം, എന്താ എന്തോ ഒരു സംതിങ് ഹാപ്പൻഡ് എന്നുള്ള രീതി, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെന്നുണ്ടെങ്കിൽ ബലരാമൻ എന്ത് ചെയ്തു? തന്റെ ആത്മദൃഷ്ടിയോട്ട് നോക്കുന്ന സമയം മനസ്സിലാവുന്നത് എല്ലാം ചതുർധാരിയാണെന്നുള്ളത്. അന്നേരം മനസ്സിലായി കണ്ണന്റെ കളി തന്നെയാണ് ഇതെന്നുള്ളത്. ബ്രഹ്മാത്മനോരവി മഹായുവയോർ വിശേഷ. രണ്ടുപേരും ഭഗവാന്മാരെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവകനാണ്. ആരാ? ബലഭദ്രൻ. അനന്തശയന അല്ലേ ഭഗവാൻ നടത്തുന്നത് തന്നെ. അനന്തന്റെ പുറത്താണ് ഭഗവാൻ. സേവയാണ് എപ്പോഴും. സംഘർഷണ ഭഗവാനും ബലരാമസ്വാമി എപ്പോഴും സേവ മാത്രം. ഭഗവാന്റെ സേവകനാണ് ഞാൻ. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു എത്ര പറഞ്ഞു കഴിഞ്ഞാലും മതിയാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ തന്നെ ഇത് സേവകനാണ്. അതുകൊണ്ട് പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബലരാമന് പോലും ഇത് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. വർഷാവധോ നവപുരാതന വത്സപാലാൻ ദുഷ്ടാവിവേകമശ്നേ ദുഗുണേ വിമൂഢേ പ്രാദീദിശ പ്രതിനവാൻ മകുടാംഗദാധീ പൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. വർഷാവധോ നവപുരാതന വത്സപാലാൻ ദുഷ്ടാവിവേകമശ്നേ ദുഗുണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാംഗദാധീ പൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. വർഷാവധോ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്യാ വിവേകമസൃണേ ദ്രുഗുണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാൻ മകുടാംഗദാധീ പൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. പൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. വർഷാവധോ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്യാ വിവേകമസ്നേ ദുഗുണേ വിമൂഢേ പ്രാദീദിശ പ്രതിനവാ മകുടാംഗദാധീ സജലാംബുദാഭാൻ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. ഹർഷാവധൗ നവപുരാതന വത്സപാലാൻ ദൃഷ്ടാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാതിദൃശ്യേ പ്രതിനവാൻ മകുടാംഗദാധീ പൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. സജലാംബുദാഭാൻ. അടുത്ത ആൾ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. വർഷാവപുരാതന വത്സപാലാൻ ദൃഷ്ടാവിവേകമസൃണേന ദുർഗീണ വിമൂഢേ പ്രാദീദൃശ പ്രതിനാവാൻ മകുടാംഗദാധീ പൃഷ്ടാഞ്ച ചതുർഭുജ യുജസാ ജലാംബുദാഭാൻ. ഒന്നുകൂടെ വായിക്കേ. വർഷാവധൗ നവപുരാതന ലാസ്റ്റ് സെന്റൻസ് മാത്രമായിരേ. പൂഷാം ചതുർഭുജ യുജസാ ജലാംബുദാഭാൻ. അല്ല, ആദ്യം എന്തുവായിരുന്നു വായിച്ചത്? ദൃഷ്ടാന്തം എങ്ങാണ്ട വായിച്ചാൽ ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പറഞ്ഞ പൂഷാം ചതുർഭുജ സജലാംബുദാഭാൻ.
അടുത്ത ആള് വായിച്ചോളൂ. മാതാജി. വർഷാവതോ നവപുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമശ്രേണ ദ്രുഗുണ വിമൂഢേ പ്രതിദൃശ പ്രതിനവാൻ മകുടാംഗദാദി പൂഷാൻ ചതുർഭുജ യുജ സജലാംബുദാഫാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അതിന് ഒരു പ്രവചി വായിച്ചോളൂ. ഒരു പ്രവചി വായിക്കും. വർഷാവധൗ നവോ പുരാതന വത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാതിദൃശ പ്രതിനവാൻ മകുടാം ഗദാദി പൂഷാം ചതുർഭുജയുജ സജലാംബുദാഭാൻ. ഹരേ കൃഷ്ണ. വർഷാവതോ നവപുരാതന വത്സപാലാണ്. ഈ പുതിയ വത്സങ്ങളെ ഉണ്ടാക്കിയതിനു ശേഷം 1 വർഷമായി. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് കുട്ടികളെ കൊണ്ടുപോയതിനു ശേഷം ബ്രഹ്മാവിന്റെ ഒരു ഞൊടിയാണെങ്കിലും ഭൂലോകത്തിൽ 1 വർഷമായി. ദിഷ്ടാ വിവേകം അസ്നേ ദുർഗുണേ വിമൂഢേ. എന്നിട്ട് ഈ ബ്രഹ്മാവ് വന്ന് നോക്കുവാണ്. ബ്രഹ്മാവ് നോക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ബ്രഹ്മലോകത്തുകൊണ്ട് ബ്രഹ്മാവ് കൊണ്ടുപോയ അതേപോലെ അവിടെ തന്നെ ആൾക്കാരുണ്ട്. ഇവിടെ അതേപോലെ തന്നെ പശുക്കുട്ടികളും ഗോപന്മാരും ഉണ്ട്. പ്രാതീദിശ പ്രതിനവാമകുടാങ്കരാതി. ബ്രഹ്മാവ് തന്നെ ഇതായിപ്പോ ഇതെന്താണ് ഇത് എന്നുള്ളത് അവരെ നോക്കുന്ന സമയത്ത് എന്താ? പൂഷാം ചതുർഭുജാസജലാംബുദാഭാൻ. എല്ലാവർക്കും തോൾവള, കങ്കണം, ചതുർഭുജധാരികളാണ്. ബ്രഹ്മാവിന് മനസ്സിലായി ഞാന് സാധാരണക്കാരനോടല്ല കളിച്ചതെന്നുള്ളത്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയന നയനാവിരാമാൻ ലീലാനിമീലദൃശാസനകാദിയോഗീ വാസേവിതാം കമലഭോർഭവദോ ദദർശ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയന വിരാമാൻ ലീലാനിമീലദൃശാസനകാദിയോഗീ വാസേവിതാം കമലഭോർഭവദോ ദദർശ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാനയനാഭിരാമാൻ ലീലാനിമീലദൃശാസനകാദിയോഗീ വാസേവിതാം കമലഭോർഭവദോ ദദർശ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാനയനാഭിരാമാൻ ലീലാനിമീലിതദൃശാസനകാദിയോഗീ വ്യാസേവിതാൻ കമലഭൂ. ഹരേ കൃഷ്ണ. പ്രത്യേകമേവ കമലാപരിലാലിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ നീലനിമിലിതദൃശ്യ സനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. ഹരേ കൃഷ്ണ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശ സനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാനയനാഭിരാമൻ ലീലാനിമീലിതദൃശ്യസനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരാളോട് വായിച്ചോളൂ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദർശനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചിയോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാനയനാഭിരാമാൻ ലീലാനിമീലിതദൃശാസനകാദിയോഗീ വ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ. ഹരേ കൃഷ്ണ. ഈ ശശിപ്രഭു ഇല്ലേ ഇന്ന്? ബിന്ദു ശശിപ്രഭു ഇല്ലേ ഇന്ന്? ബിന്ദു കെട്ടിമറക്കി പോയോ? ഇല്ല ഇല്ല മാതാജി. വന്നിട്ടില്ല. കമലാപരിലാളിതാംഗാന്. അതിന് ബ്രഹ്മാവ് നോക്കുന്ന സമയത്ത് കമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി ആരെ സേവിക്കുന്നത്? സാക്ഷാൽ വിഷ്ണുവിനെ അല്ലെ?
പ്രത്യേകമേവ കമലാ പരിലാളിതാംഗാം, കമലയുടെ ആ പരിലാളനെ ഏറ്റുവാങ്ങുന്നതായിട്ടുള്ള ഭോഗീന്ദ്ര ഭോഗശയന നയനാഭിരാമാനും. ഭോഗീന്ദ്രൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോഗശയനാൻ അനന്തശയനായിട്ടുള്ള ആ അംബുജാശനാണെന്നുണ്ടെങ്കിൽ ആരാണ് ഇതെല്ലാം കാണുന്നത്? ബ്രഹ്മാവ്, ബ്രഹ്മാവ്. ലീലാനിമീലിത ദിശ സനകാദി യോഗി, സനകാദികളാല് സ്തുതിക്കപ്പെട്ട ആ ഭഗവാൻ വ്യാസേവിതാം കമലഭൂർ ഭവതോദർശ്യം. അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുന്നത് ഭഗവാൻ എന്നുള്ളത്. മനസ്സിലായ പറഞ്ഞേ? ബ്രഹ്മാവ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ഞൊടി, ബ്രഹ്മാന്റെ ഒരു ഞൊടി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കി ഭൂമിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയണമല്ലോ. നടക്കുന്നതെന്ന് അറിയുന്ന സമയത്തും ഒരു കുഴപ്പവും ഇല്ല. എല്ലാ പശുക്കുട്ടികളും ഉണ്ട്, ഗോപന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ആ ഗോപന്മാരെ ഒക്കെ നോക്കുന്ന സമയത്ത് എങ്ങനെയാ തോൾവളകള് കങ്കണങ്ങളെ ഒക്കെയുള്ള കുട്ടികള് അതാരാ ചതുർഭുജധാരികളായിട്ടുള്ളത്. പിന്നെ ഭഗവാൻ ഭ്രമിപ്പിക്കുക ബ്രഹ്മാവിനെ. പിന്നെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് കമലാപരിലാളിതാങ്കന് വിഷ്ണുവിന്റെ ആ ദർശനമാ കൊടുക്കുന്നത് ഭഗവാന്. കമലയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി പരിലാളിക്കുന്നതായിട്ടുള്ള ഭോഗീന്ദ്രശയനായിട്ടുള്ള നയനാഭിരാമനായിട്ടുള്ള ആ ലീലാനിമീലത ദൃശ്യ സനകാദി യോഗികളാല് സേവിക്കപ്പെട്ടിരിക്കുന്ന ആ ഭഗവാൻ കമലഭൂർ ഭവതോ ദദർശ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ദർശനം കൊടുക്കുന്നു. നാരായണാകൃതിമസംഗതാം നിരീശ സർവത്ര സേവകമവേ സമവേശദാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവ ഏകോ വിഭൂവിത ദദാ കമലാത്തപാണി. നാരായണാകൃതിമസംഗതമാ നിരീശ സർവത്ര സേവകമവേ സമവേശദാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവ ദേഹോ വിഭൂവിത തദാ കമലാത്തപാണി. നാരായണാകൃതിമസംഗതമാ നിരീശ സർവത്ര സേവകമവേ സമവേശദാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവ ദേഹോ വിഭൂവിത തദാ കമലാത്തപാണി. നാരായണാകൃതി അസംഗതമാം നിരീശ സർവത്ര സേവകമവേ സമവേശദാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ഏഹോ വിഭൂവിത തദാ കമലാത്തപാണി. ഏഹോ യാവത് ഏഹോ വിഭൂവിത തഥാ കമലാത്തപാണി. ഏഹോ വിഭൂവിത തഥാ കമലാത്തപാണി. ഞാൻ ഇതിന് കൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഒക്കെ ഉള്ളിടത്തായി പറയുന്നത്. ചിലരുടെ ബുക്കിനകത്ത് ശരിക്കും കാണും, ചിലരുടെ ബുക്കിനകത്ത് കാണില്ല. സ്പ്ലിറ്റിംഗ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ പേന വെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചോ അത് എഴുതിക്കോണം. പിന്നെ അല്ലേ മറന്നു പോകും. അതിനായി പറയുന്നത്. നാരായണാകൃതിമസംഗതമാ നിരീക്ഷ സർവത്ര സേവകമവേ സമവേശദാതാ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ഏഹോ വിഭൂവിത തദാ കമലാത്തപാണി. വായിച്ചാട്ട്. നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമവി സമവേശ്യദാതാ മായ നിമഗ്ന ഹൃദയോ വിമോഹയാവത് ഏകോ ബഹുവിധ തഥാ കമലാത്തപാണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നാരായണ സംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമവി സോമവേശ്യദാതാ മായാഗ്നി നിഗമ ഹൃദയോ വിമുമോഹയാവ ദേവോ ബഹുവിധ തഥാ കമലാത്തപാണി. ഹരേ കൃഷ്ണ മാതാജി. പേരെന്താ മാതാജി? ഞാൻ ശ്രീജ. ശ്രീജ ഇവിടെ തപ്പി പറക്കുന്ന എന്തിനാ? ചിലപ്പോ വിട്ടു. കിച്ചണിൽ പോയായിരുന്നോ? മനസ്സ് കിച്ചണിൽ പോയി ഞാൻ ഇവിടെ വായിക്കും അല്ലെ. നാരായണ കൃതിമസംഗതമാം നിരീക്ഷ സർവത്ര സേവകമവേ സമവേശദാതാ മായാനിമഗ്ന ഹൃദയോ വിമോഹയാവത് യാവത് ഏകോ വിഭൂവിത തഥാ കമലാത്തപാണി. നെക്സ്റ്റ് വായിച്ചോളൂ. അടുത്ത ആൾ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. നാരായണ കൃതിമക സംഖ്യതാമാ നിരീക്ഷ്യ സർവത്ര സേവകമവി സമവേശ്യദാതാ മായാ നിമഗ്ന ഹൃദയോ വിമുമോഹയാവ ദേഹോ ബഹൂവിധ തഥാ കമലാത്തപാണി. ഹരേ കൃഷ്ണ. അടുത്ത ആൾ വായിച്ചോളൂ. അത് ആദ്യം നാരായണാകൃതി അസംഗതമാം മനസ്സിലായോ? മാ പറയരുത്. അസംഗതമാം നിരീക്ഷ. നാരായണാകൃതി അസംഗതമാം നിരീക്ഷ.
ഇനി അടുത്ത ആള് വായിച്ചോളൂ. കൃഷ്ണ മാതാജി ഒന്ന് വായിച്ചു നോക്കട്ടെ. കൃഷ്ണ. ഇനി അടുത്ത ആള് വായിക്കാം. നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സമവേക്ഷ്യദാത മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ഏകോ ബഹുവിധ തഥാ കവളാർത്ഥവാണി. അരെ വാ, എത്ര മിടുക്കിയായി ഇപ്പം. ശരി ശരി. ഇനി അടുത്ത ആള് വായിച്ചോളൂ. സ്വന്തം മോളിൽ താഴോട്ട് വരണില്ല മാതാജി എനിക്ക്. വന്നോളൂ വന്നോളൂ വന്നോളൂ. നാരായണാകൃതിമസംഖ്യമതാം സർവത്ര സേവകമപി സ്വമേവശ്യദാത മായാനിമഗ്ന ഹൃദയോ വിമുമോഹ ദേവോ ബഭൂത ദദ കമലാർദ്ധവാണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആയിക്കോട്ടെ. അതിന് ഒരു പ്രവചിയുടെ വായിച്ചോളൂ. മാതാജി. നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമഭി സമവേക്ഷ്യധാത മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ഏകോ ബഹുവിധ തഥാ കമലാർത്ഥവാണി. ഹരേ കൃഷ്ണ. എന്നിട്ട് നാരായണാകൃതി അസംഖ്യതമാ നിരീക്ഷ. അത് മാത്രമല്ല, ഇപ്പം വിഷ്ണുലോകം കാണിച്ചു കൊടുത്തു, കൊച്ചുങ്ങളെല്ലാം ഭഗവാന്റെ ചതുർഭുജധാരികളെന്ന് കാണിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ബ്രഹ്മാവ് നോക്കുന്ന സമയത്ത് കുറേ ബ്രഹ്മാക്കന്മാര്, ലക്ഷക്കണക്കിന് ബ്രഹ്മാവ്. അന്നേരം ചോദിക്കുന്നത് ഞാനാണ് ബ്രഹ്മാവ് എന്ന്. ബ്രഹ്മാവ് പറയേ നീയല്ല, ഞാനാണ് ബ്രഹ്മാവ്, ഞാനാണ് ബ്രഹ്മാവ്, ഞാനാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടി ബ്രഹ്മാവിനെ, യഥാർത്ഥ ബ്രഹ്മാവിനെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ബോധം കെട്ട് വീണു എന്നുള്ളതാണ്. നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ. ഭഗവാന്റെ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല. ഭഗവാനെ ലീലാധരന്റെ പരീക്ഷണം ലീലാധരന് മാത്രമേ അറിയാൻ പറ്റൂ ലീലകൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത്. ഇതേപോലെ ബ്രഹ്മാവിനെ ഭ്രമിപ്പിച്ചു കളഞ്ഞു കുറെ ബ്രഹ്മാക്കന്മാരെ അവിടെ കൊണ്ടുവന്നെന്നുള്ളതാണ്. നാരായണാകൃതി അസംഖ്യതമാം നിരീക്ഷ സർവത്ര സേവകമായ സമവേശദാത. എല്ലാരും ഭഗവാനെ സേവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ബ്രഹ്മാക്കന്മാരെല്ലാരും. മായാനിമഗ്ന ഹൃദയോ വിമോഹജാവത്. ആ മായയിൽ പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് തന്നെ ഭ്രമിച്ചു പോയി. ഇവരെല്ലാവരും ബ്രഹ്മാവാണെങ്കിൽ ഞാൻ ആരാണ്? ഞാനാണ് യഥാർത്ഥ ബ്രഹ്മാവ് അല്ലല്ല. അവര് പറയുന്നു ഞാനാണ് ബ്രഹ്മാവ്, ഞാനാണ് ബ്രഹ്മാവ്. എന്നിട്ട് ബ്രഹ്മാവ സംഘം ഏകോപൂതതാ കവലാത്തപാണി. എന്നിട്ട് ബ്രഹ്മാവ് ബോധം കിട്ടി വീണു. അന്നേരം ഭഗവാൻ മനസ്സിലായി കഴിഞ്ഞു ഏതായാലും ബ്രഹ്മാവിനാണെന്നുണ്ടെങ്കിൽ ഇതായി കഴിഞ്ഞു. അവന്റെ അഹങ്കാരം, ബ്രഹ്മാവിന്റെ അഹങ്കാരം നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ അപൂർവ കവലാർത്ഥ പാണിയിൽ ഒരു ഉരുള ചോറും കൊണ്ടല്ലായിരുന്നു നിന്നത്. ആ രൂപത്തില്, ആ സുന്ദര രൂപത്തില് ഭഗവാന് ബ്രഹ്മാവിന് ദർശനം കൊടുക്കുക ചെയ്യുന്നത് ഉണരുന്ന സമയത്ത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബ്രഹ്മാവ് വിചാരിച്ചത്? എന്നെ യശോദാമ്മയെ കൊണ്ട് അടുപ്പിക്കാമെന്ന് വിചാരിച്ചോ? ഞാൻ ഒരു ചെറിയ ബാലകനല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? എന്നിട്ട് ഞാനവിടെ കുട്ടികളും പശുക്കുട്ടികളും കോപന്മാരും ഇല്ലാതെ അവിടെ ചെല്ലുന്ന സമയത്ത് യശോദാമ്മ എന്നെ അടിക്കണോ അല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ ബ്രഹ്മാവ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനകത്തില്ല അങ്ങനെ ഇതായിട്ടുണ്ട്. അന്നേരം ബ്രഹ്മാവ് അന്നേരമാണ് എന്താ ചെയ്യുന്നത്? ബ്രഹ്മസംഗീത ഭഗവാനെ സ്തുതിക്കുവാണ്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദീർ ഗോവിന്ദ സർവകാരണ ചിന്താമണി പ്രകര സന്മശ കൽമപുരുഷോ ലക്ഷാവൃതേഷു സുരവീര വിപാലയന്യോ ലക്ഷ്മീ സഹസ്രതം സംപ്രഭാത്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. പിന്നെയോ വേണും കുണന്റെ മരവിന്ദളായതാ കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. പ്രകാശം അവിടെ അവര് പോലും തോറ്റുപോകുന്ന പ്രകാശമാണ് ഭഗവാനുള്ളത്. അങ്ങനെ കുറെ 28 ശ്ലോകങ്ങളുള്ള ബ്രഹ്മസംഹിത ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെ പറയുന്നുണ്ട് ഗോലോകം എന്നുള്ള കാര്യം. നമ്മളെല്ലാരും പറയും ഗോലോകം എങ്ങും പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത്. ഇല്ല, ഗോലോകധാമേ അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഗോലോകത്തെ പറ്റി. ഇങ്ങനെ 28 ശ്ലോകം ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നശ്യന്മദേ തദനു വിശ്വപതി മുകുസ്താനത്യാചനോദവദിദാദരിദാമയാദേ ബോധേ സമം പ്രമുദേ പ്രവിശൻ നികേതം വാദാലയാദിവിഭോ പരിപാഹിരോഘാദേ. നശ്യന്മദേ തദനു വിശ്വപതി മുകുസ്ത
നത്യാചനൂതവതിതാദരിതാമയാധേ പൗദേ സമം പ്രമുദതേ പ്രവിശം നിഖേദം വാതാലയാദിവ വിഭോ പരിവാഹിരോഹാത് നശ്യന്മദേ തദനു വിശ്വപതി മുഗുസ്ത നത്യാചനൂതവതിതാദരിതാ പ്രമുദതേ പ്രവിശൻ നിഖേദം വാതാലയാദിവ വിഭോ പരിവാഹിരോഹാത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം നശ്യന്മതേ തദനു വിശ്വപതി മുകുസ്താം നത്യാചനൂതവതി ദാദരി ദാമയാദേ പോദേ സമം പ്രമുദതേ പ്രവിശൻ നികേതം വാതാലയാദിവ വിഭോ പരിപാഹി രോഹാത്. വായിച്ചാട്ടെ. നമോ ഭഗവതി വാസുദേവായ. നശ്യന്മതേ തദനു വിശ്വപതി മുഹുസ്താം നത്വാചനോദപരിധാരയിതാമയാദേ ഓദൈ സമം പ്രമുദിതേ പ്രവിശന്നിവേദം വാതാലയാദിപാവിശോ പരിപാഹിരോഗ. ഈ സൗണ്ട് കേട്ടോ കുറെ ദിവസമായല്ലോ. എവിടെയായിരുന്നു? എന്നും ഉണ്ടോ? അത് ശരി. എന്നിട്ട് കേട്ടിട്ടില്ലല്ലോ ഈ സൗണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു നാരായണനെ ഞങ്ങള് തന്നെത്താനങ്ങ് പഠിച്ചോളൂ. തന്നെത്താനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടപ്പൂരിയായിരിക്കും കിട്ടുന്നത്. ഇപ്പറത്തണ്ടല്ല ഭഗവാൻ വരത്തില്ല, ലെഫ്റ്റിലും ഒന്ന് വരത്തില്ല. ഒന്ന് വരുന്ന ആരാ? ഭഗവാൻ വരണം. ഭഗവാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കൊട്ടപൂജയത്തിന് ഇതുള്ളൂ. എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട്, ഓ നാരായണിയും അല്ലേ ഞങ്ങൾ അങ്ങ് പഠിച്ചോളാം. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ശ്ലോകം പോലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ളത്. എന്താ, രാമനും തോർത്തില്ല, ലക്ഷ്മണനും തോർത്തില്ല. രാമനും അത് ഓർത്തില്ല, ലക്ഷ്മണനും അത് ഓർത്തില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാ, തോർത്തില്ല എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ ആയി പോകും നാരായണന് സ്വയം പഠിച്ചാലുള്ള സ്ഥിതി. ആൾക്കാർ കൂടുതലും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാ. വായിച്ചോളൂ. മറ്റുള്ളവര് സ്പീഡിൽ വായിക്കുമ്പോ മാതാജിയെ കിട്ടുന്നില്ല. മാതാജി ഇങ്ങനെ റെഡിയായി വരും, അപ്പോഴത്തേക്ക് അടുത്ത ആള് വായിക്കും. അതാണ് പ്രവിശ്യൻ നികേതം വാതാലയാദിവ വിഭോ പരിഭാഗിത രോഗാത്. ഹരേ കൃഷ്ണ മാതാജി. വിശ്വപതിജാനോനവദിദാദരീദാമയാദേ പോദേ സമം പ്രമുദിതേ വിശ്വന്നികേതം വാതാലയാദിവ വിഭോ പരിപാഹി രോഗാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നശ്യന്മതേ തദനു വിശ്വപതി മുഹുസ്ത്വം നത്വാജനൂതവതി ദദാരിദാമയാദേ ഓദൈ സമം പ്രമുദിതൈ പ്രവിശന്നികേതം വാതാലയാദിവ വിഭോ പരിപാഹി രോഗാത്. സർവത്ര കൊറേ നാളായല്ലോ ഈ ശബ്ദം കേട്ടിട്ട്. എവിടെയായിരുന്നു? ഞാൻ മുമ്പേ ചെല്ലി മാതാജി. ചെല്ലിയോ? ശരി. വായിക്കാത്തവര് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നശ്യന്മതേ തദനു വിശ്വപതി മുഹൂസ്താം നത്വാചനുതവതിം ധാതരീദാമയാധേ ഓദേ സമം പ്രമുദിതൈ പ്രവിശന്നികേതം വാതാലയാദിവാ വിഭോ പരിവാഹി രോഗാത്. ഹരേ കൃഷ്ണ. വായിക്കാത്തവര് വായിച്ചോളൂ. വായിക്കട്ടെ. വായിച്ചു. നശ്യന്മതേ തദനു വിശ്വപതി മുഹുസ്ത്വാം നത്വാചനോദവതി ധാതരിധാമയാദേ ഓദേ സമം പ്രമുദൈ പ്രവിശന്നികേതം വാതാലയാധിപ വിഭോ പരിപാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി ആരെങ്കിലും ഉണ്ട് വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചോളൂ. ഇപ്പം നമ്മളെ ഔട്ടാക്കും, എളുപ്പം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നശ്യന്മതേ തദനു വിശ്വപതി മുഖസ്ത്വാം നൂതവദീതാദരി ദാമയാത്ര ഓദൈ സമം പ്രമുദൈ പ്രവിശന്നികേതം വാതാലയാദിവ വിഭോ പരിവാഹി രോഗാത്. സർവത്ര ദാമയാദേ. ശരി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്ത ആള് വായിച്ചോളൂ. എല്ലാരും വായിച്ചിരുന്നോ? യെസ്. എന്നാ പ്രഭുജി വായിച്ചോളൂ. പീതാംബര പ്രഭു വായിക്കേ. ചോറുണ്ണാൻ പോയി കാണും. ഹരേ കൃഷ്ണ.
സുനിൽ വായിച്ചോളൂ. കൃഷ്ണ മാതാജി. നശ്യന്മദേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാ ച നൂതപതി ധാതരി ധാമയാദേ ബോധൈ സമം പ്രമുദിതൈ പ്രവിശന്നികേതം പാതാലയാധിപ വിഭോ പരിവാഹി രോഗാത്. ഹരേ കൃഷ്ണ, വെരി ഗുഡ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എന്നിട്ട് എന്താ പറയുന്നത്? സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ എന്താ വിശ്വപതി മുഹുസ്താമ്പ്യ ബ്രഹ്മാവിന്റെ സകല അഹങ്കാരവും ശമിച്ചു എന്നറിഞ്ഞപ്പം നത്യാചനോദപതിതാദരിതാമയാദേ ഭഗവാൻ എന്താ ചെയ്ത്? ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം, അതേപോലെ തന്നെ ബ്രഹ്മസംഹിതവും ബ്രഹ്മാവിന്റെ സ്തുതിയാണ് ബ്രഹ്മസംഹിത എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാനെ എങ്ങ് സ്തുതിക്കുക ചെയ്യുന്നത്. സ്തുതിച്ചു, നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. ഭഗവാൻ മനസ്സിലായി ഇവന്റെ ഇവന്റെ അഹങ്കാരമെല്ലാം ശമിച്ചു എന്നുള്ള വന്ന സമയത്തേക്ക് എന്തായി? സത്യലോകത്തിൽ നിന്നിട്ട് പശുക്കുട്ടികളെ ഇടയക്കുട്ടികളെ എല്ലാവരുടെയും കൂടി കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ അമ്പാടിയിൽ എത്തിച്ചേർന്ന് ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനെ എന്ത് ചെയ്യണം? പട്ടാത്തിരിപ്പാട് എന്താ പറയുക? ബാധാലയാതി വിഭോ പരിവാഹി രോഗാത്. അങ്ങനെയുള്ള ഭഗവാനെ എന്റെ കൂടി രോഗം മാറ്റിത്തരണേ എന്ന് പറയുന്നത്. നശ്യന്മതേ തതിന് വിശ്വപതി സർവശക്തനായ ഗുരുവായൂരപ്പൻ എന്താ ചെയ്യുന്നേ? ബ്രഹ്മാവിന്റെ അഹങ്കാരം ശമിപ്പിച്ചു. നത്യാചനോദപതിതാദരിതാമയാദേ. അതിന് അന്നേരം ബ്രഹ്മാവിന് മനസ്സിലായി കഴിഞ്ഞു ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ബ്രഹ്മാക്കന്മാരെ അവിടെ വന്നിരിക്കുന്നതിനുള്ളതാ. ബ്രഹ്മാവിന് മനസ്സിലായി ഞാൻ കളിച്ചതും സാധാരണക്കാരനോടല്ല, എന്റേതായിട്ടുള്ള എന്റെ പിതാവിനോടാണ് ഞാൻ കളിച്ചതെന്ന് പറഞ്ഞാൽ ഈ സർവേശ്വരനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനോട് ഞാൻ കളിച്ചത് എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുക ചെയ്ത് വീണ് 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 കിടന്ന് നമസ്കരിച്ചു. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പോതേ സമംപ്രമദേ പ്രവിശന്നികേതം. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ സന്തോഷമായി. എന്നിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. എന്നിട്ട് ബ്രഹ്മലോകത്തേക്ക് ബ്രഹ്മാവ് പോയി. എന്നിട്ട് പശുക്കുട്ടികളെ ഇടയങ്ങളെ പോതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പശുക്കുട്ടികളെയും സമം പ്രമുദതേ പ്രവിശന്നികേതം ഗോപന്മാരെയും കൂട്ടി പാതാളയാദിവ അങ്ങേ ഇവിടെ വന്നു, അമ്പാടിയിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ എന്നെയും കൂടി രക്ഷിക്കണേ, എന്റെ രോഗത്തിൽ നിന്നിട്ട് എന്നെ രക്ഷിക്കണേ. പാകി രോഗാത്, എന്നെ രോഗത്തിൽ നിന്നിട്ടും രക്ഷിക്കണേന്ന് ആരാണ് ഇവിടെ പറയുന്നത്? സാക്ഷാൽ ഭട്ടതിരിപ്പാടാ പറയുന്നത്. ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാണ് കേട്ടോ. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഇത്രയും 52 ദശകത്തിലൊന്നും ഭഗവാൻ കരഞ്ഞിട്ടില്ല എന്നുള്ളതാ. രോഗം ഇങ്ങനെ കംപ്ലീറ്റ് ഒന്നും മാറ്റിക്കൊടുത്തില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടുന്നത്? ഭാഗവതം പിന്നെയും കേൾക്കണമായിരുന്നു. അതും രാധയോടൊത്തുള്ള ലീലകള്, ഗോപികുമാരോടൊത്തുള്ള ലീലകൾ പിന്നെയും കേൾക്കണമായിരുന്നു. അതിന് എന്ത് ചെയ്തു? പട്ടതിരിപ്പാടിനെ കൊണ്ട് പട്ടതിരിപ്പാടിനെ ഒരു നിമിത്തമാക്കുന്നു. ഇവിടെ നിമിത്തമാക്കിക്കൊണ്ട് അവര് രോഗം കൊടുത്തിട്ട് എന്ത് ചെയ്തു? നേരെ ഗുരുവായൂരേക്ക് വിളിച്ചു. ഗുരുവായൂരിൽ ഇരുന്നിട്ട് ഭഗവാൻ പട്ടതിരിപ്പാടിന്റെ മനസ്സിലിരുന്നുകൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുകയാണ് ഭഗവാന്റെ ഓരോ ലീലകളും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭഗവാന് എന്താ ചെയ്യേണ്ടത്? പട്ടതിരിപ്പാട് പറയുന്നത് എന്നെയും കൂടി എന്റെ രോഗത്തിൽ നിന്നിട്ട് രക്ഷിക്കണേ ഭഗവാനേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഭഗവാന്റെ തൃപാദത്തെ സമർപ്പിച്ചുകൊണ്ട് നിർത്താം. ഹരേ കൃഷ്ണ, ഹരിപോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈതപ്രഭു ഇങ്ങനെ ഇരിക്കുകയാണ്, ബന്ധാക്കാൻ വേണ്ടിയിട്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധാക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരുടെയും പ്രാർത്ഥന ആ മാതാജിക്ക് വേണ്ടി വേണം. ഇന്ന് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞില്ലേ? ഈശ്വര എളുപ്പം അവർക്ക് സുഖമായി വീട്ടിൽ വന്നിട്ട് സത്സംഗത്തിനും എല്ലാം വരാനുള്ള ആ ഒരു അനുഗ്രഹം കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന. നമ്മുടെ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. ഭക്തന്മാരുടെ പ്രാർത്ഥന ഒരിക്കലും ഭഗവാനുണ്ടല്ലോ തള്ളിക്കളയില്ല. തീർച്ചയായും നമ്മൾ എല്ലാവരും അകമഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ആ മാതാജിക്ക് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. മാതാജിയുടെ പേരെന്തുവായിരുന്നു പ്രഭുജി? ആ മാതാജിയുടെ പേരെന്തുവായിരുന്നു? രാധാ മാതാജി. എന്തുവായിരുന്നു പ്രഭുജി? രാധാ മാതാജി. മിനി മാതാജി അല്ലയോ? മിനി മാതാജി പച്ചക്കറി അരിയാൻ വരുന്ന രാധാ മാതാജി. അപ്പൊ 2 പ്രാവശ്യം നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ